നമസ്കാരം. ഞങ്ങൾ ഫിസിക്കൽ സയൻസ് ഗ്രൂപ്പ് 2 പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പെക്സ് ബോഡീസ് എന്ന ടോപ്പിക്കിൻ്റെ കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. സോ അപ്പോൾ അതിന് അപ്പെക്സ് ബോഡീസ് NCERT, SCERT, ഡയറ്റ്, UGC, NAC, NCTE, ന്യൂപ്പ, ക്യാബ് അതിൻ്റെയൊക്കെ ഫങ്ഷൻസാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റോറി പോലെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു ഫാമിലിയിൽ 3 സിസ്റ്റേഴ്സാണ്. ആ 3 സിസ്റ്റേഴ്സാണ് NCERT, SCERT, ഡയറ്റ്. അവർക്ക് വരുന്ന നെയ്ബേഴ്സാണ് UGCയും NACും. UGC, NACും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ്. അപ്പോൾ ഈ UGCയുടെ മകളാണ് NAC എന്ന് പറയുന്നത്. എന്നിട്ട് ബാക്കി അപ്പെക്സ് ബോഡീസിന് അവർ ഈ ഒരു സ്റ്റോറിയിലൂടെ പരിചയപ്പെട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ എൻജോയ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് ഒരു കൊച്ചു വീട്ടിലേക്കാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ഈ കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കും 3 സുന്ദരികളായ പെൺകുട്ടികളാണ്. മൂത്ത പെൺകുട്ടിയുടെ പേര് NCERT, രണ്ടാമത്തെ കുട്ടിയുടെ പേര് SCERT, ഇളയ കുട്ടി ഡയറ്റ്. ഇല്ല അച്ഛാ, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഈ ഡൽഹിയിൽ അരവിന്ദോ മാറി കിടക്കാൻ ഞാൻ എപ്പോ ഇനി കേരളത്തിലെത്താനാ? ഇല്ല, അതിനുള്ള സമയം പൈസയൊന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ അവൾക്ക് പഴയ പോലുള്ള ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അവളെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തതാ. എന്നെ കണ്ട അവളെല്ലാം പഠിച്ചത്. എന്നിട്ട് ചെയ്തു വെച്ചേക്കുന്ന കണ്ടില്ലേ, ഇപ്പൊ ഇട്ട ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തെറ്റാ. ഇങ്ങനാണോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടേണ്ടത്? ഇല്ല അച്ഛാ, എനിക്ക് ഇനി അവളെ വിളിക്കാനും ഉപദേശിക്കാനും ഒന്നും വയ്യ. ഇനി ആ ഡയറ്റ് എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചു വെച്ചിട്ടുണ്ടോ എന്തോ. അച്ഛൻ അറിയാലോ, എന്നെ ഇവിടെ MHRDയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ഒക്കെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് വരാനാ? അത് മാത്രമല്ല, സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം എന്നെ രജിസ്റ്റർ ചെയ്തേക്കുക. അപ്പൊ പിന്നെ അച്ഛൻ പറയുമ്പോ പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് വരാനൊന്നും പറ്റില്ല. പിന്നെ ആകെയുള്ള ഒരു ആശ്വാസം ഇവിടെ NIEയും CIT ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ളതാ. അച്ഛൻ അവരെയൊക്കെ മറന്നോ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജിയും. അച്ഛാ, എനിക്കിവിടെ ഭയങ്കര തിരക്ക്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാമോ? കരിക്കുലം ഡെവലപ്പ് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് പബ്ലിഷ് ചെയ്യണം. ഇനി ഇതൊന്നും കൂടാതെ ടീച്ചേഴ്സിന് പ്രീ സർവീസ്, ഇൻ സർവീസ് ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യണം. എനിക്കോ നേരെ ട്രെയിനിങ് കിട്ടിയിട്ടില്ല. ഞാനാ ഇനി അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അതൊക്കെ കൊണ്ടാ ഞാൻ വിളിക്കാത്തല്ല, വേറൊന്നുമല്ല. അച്ഛൻ എന്താ പറയുന്നത്? യുനെസ്കോയും UNICEF ഒക്കെ എന്റെ നല്ല ഫ്രണ്ട്സാ. അവരൊക്കെ ഇന്റർനാഷണൽ ലെവൽ ആൾക്കാരല്ലേ. അപ്പൊ അവരുമായിട്ടുള്ള കോർഡിനേഷൻ ഒക്കെ നല്ലതല്ലേ, അതുകൊണ്ടാ. അല്ല, ഞാൻ അവരുമായിട്ട് പ്രേമത്തിലൊന്നുമല്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ കുറച്ച് മാഗസീൻസും ജേർണൽസും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാനത് അമ്മയ്ക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ അത് നോക്കിയിട്ട് കടയിൽ പോയി അതൊക്കെ വാങ്ങി വായിച്ചിട്ട് എന്നോട് പറയണം. ശരി അച്ഛാ, സമയമായി. എനിക്ക് നാഷണൽ ടാലന്റ് സെർച്ച് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോണം. ശരി അച്ഛാ, ഞാൻ പിന്നെ വിളിക്കാം. ശരി. നീ കുളിക്കുവാണോ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നീ അറിഞ്ഞു കാണുമല്ലോ, 10th ക്വസ്റ്റ്യൻ പേപ്പറിൽ എനിക്ക് കുറച്ച് എറർ സംഭവിച്ചത്. അതും പറഞ്ഞ് NCERT എന്നെ രാവിലെ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു. എന്താ NCERT എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത? അതും നമ്മളെക്കാളും മൂത്തത് NCERT അല്ലേ? അതിൻ്റെ ഇതായിരിക്കും അവർക്ക്. നിനക്കറിഞ്ഞൂടെ ഞാൻ എത്ര ടെക്സ്റ്റ് ബുക്കുകളാണ് ഡെവലപ്പ് ചെയ്തത്, കരിക്കുലം റിന്യൂ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. പിന്നെ എന്താ ഇതൊക്കൊന്നും എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്? ചെറിയ അബദ്ധമൊക്കെ ആരുടെ നിന്നും പറ്റത്തില്ലേ? നിനക്കറിഞ്ഞൂടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ SIE ആയിരുന്നു ഞാൻ. ഇപ്പോൾ SCERT ആയത്, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. അതുകൊണ്ട് ഞാനിപ്പോൾ പഴയ പോലെയല്ല. ഞാനിപ്പോൾ ഒരു കുഴപ്പവും കാണിക്കാറില്ല. ടീച്ചേഴ്സിനും സൂപ്പർവൈസേഴ്സിനൊക്കെ ഞാൻ ഇൻ സർവീസ്, പ്രീ സർവീസ് ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാറുണ്ട്. ആ ലെവലിലേക്ക് ഞാനിപ്പോൾ മാറിക്കഴിഞ്ഞു. എന്നിപ്പോൾ എന്താ NCERTക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത? വേറെ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ഡയറ്റ് നീ എന്നെ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നിനക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ, ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയത് ഞാൻ വന്നതിന് ശേഷമാണ്. കുട്ടികൾക്ക് ഞാൻ എന്തോരം പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമാണോ? റിഫ്രഷർ കോഴ്സുകൾ ഞാനല്ലേ കൊണ്ടുവന്നത്. ഇതൊന്നും പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാവാനാ? നീ ഒന്ന് അവിടെ വരുമ്പോഴത്തേക്കൊന്ന് സംസാരിച്ചാൽ മതി.
അതെങ്ങനെയാ? നീ ഇപ്പോഴെങ്കിലും കുളിച്ചെങ്ങാനും ഇറങ്ങുന്നുണ്ടോ? അത് ഞാൻ പോട്ടെ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒന്നായിരുന്നു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവരും കമൻറ്റിലൂടെ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീടൊക്കെ കണ്ടാൽ നിങ്ങൾ അന്തം വിടും. അതുകൊണ്ടാണ് ഞാൻ 2 ആഴ്ചത്തേക്ക് മുന്നേ ഒരു Q&A പോസ്റ്റ് ഇട്ടിരുന്നത്. അപ്പോൾ Q&A പോസ്റ്റിൽ ഒരു 5500ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളോട് അതിൻ്റെയൊക്കെ ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് Q&A വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ ബോറായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ മോള് ബാംഗ്ലൂരാണ്. അവളുണ്ടായിരുന്നെങ്കിൽ അവളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമായിരുന്നു. നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാഡത്തിൻ്റെ ഫുൾ നെയിം എന്തെന്നാണ്. എൻ്റെ ഫുൾ നെയിം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്നാണ്. UGC എന്നാണ് എന്നെ വിളിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഐഡിയിലും അത് തന്നെയാണ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എന്ന് തന്നെയാണ്. യൂട്യൂബ് ചാനൽ നമുക്കറിയാം UGC എന്നാണ്. അപ്പോൾ അതാണ് എൻ്റെ ഫുൾ നെയിം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഓൾഡ് ആർ യു എന്നാണ്. എത്ര വയസ്സായെന്ന് വെച്ചാൽ ഞാനൊരു സന്തൂർ മമ്മിയാണ്. നിങ്ങൾ ചർമ്മം കണ്ടാൽ പ്രായം തോന്നുകയില്ല. എനിക്ക് 69 വയസ്സുണ്ട്. 1956 ഞാൻ ജനിച്ചത്. പിന്നെ പറയുന്നത് പോലെ ലുക്കിലല്ലോ കാര്യം, വർക്കിലാണല്ലോ കാര്യം. എനിക്ക് 31 വയസ്സായ ഒരു മോളുണ്ട്. നാക്ക് എന്നാണ് പേര്. അവളിപ്പോൾ ബാംഗ്ലൂരാണ്. അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെയർ ഈസ് യുവർ ഹോം ടൗൺ. എൻ്റെ ഹോം ടൗണ് ന്യൂഡൽഹിയിലാണ്. ബഹദൂർ ഷാ സഫർ മാർഗിലാണ് എൻ്റെ ഹോം ടൗൺ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് യുവർ മോട്ടോ. എൻ്റെ മോട്ടോ എന്ന് പറയുന്നത് ഗ്യാൻ വിഗ്യാൻ വിമുക്തായ എന്നാണ്. നോളജ് ലിബറേറ്റ്. എനിക്ക് റീജിയണൽ വൈസ് മൊത്തത്തിൽ ഒരു 6 സെൻറ്റേഴ്സ് ഉണ്ട്. ഞാൻ പ്രൊവൈഡ് ചെയ്ത ഒരു 6 സെൻറ്റേഴ്സ് ഉണ്ട്. അത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ, കൊൽക്കത്ത, ഭോപ്പാൽ, ഗുവാഹത്തി അവിടെയൊക്കെയാണ് എൻ്റെ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഓടി നടക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നവരായിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും പല സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കാണാറുണ്ട് ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഈ സെൻറ്റേഴ്സ് എല്ലാം 6 എണ്ണം ഉണ്ട്. അപ്പം ഞാനങ്ങനെ പല സ്ഥലത്തായിട്ടാണ് നിൽക്കുന്നത്. അതാണ് നിങ്ങൾ പല വീഡിയോ കാണുമ്പോൾ പല സ്ഥലത്തു നിന്ന് കാണുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മാഡം എന്താണ് കറൻ്റ്ലി ചെയ്യുന്നത്, എൻ്റെ പ്രൊഫഷൻ എന്തെന്നാണ് ചോദിച്ചത്. ഞാനിങ്ങനെ റോൾ വീഡിയോയിലൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് 3 റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം റിസർവ് ബാങ്കാണോ? 3 എണ്ണം. ഞാനിങ്ങനെ ഈ യൂണിവേഴ്സിറ്റീസിനൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ നൽകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ ഈ ഗവൺമെൻറ്റിനും നമ്മുടെ യൂണിയനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റീസിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള ഫങ്ഷൻസൊക്കെ ഞാൻ മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കിയിട്ടാണ് വികസിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ് എൻഷുർ ചെയ്യാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു കറൻറ്റ്ലി ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റീസിന് ഗ്രാൻഡ് നൽകുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ മാഡം വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഞാൻ റീജിയണൽ, നാഷണൽ കൂടാതെ ഇൻ്റർനാഷണൽ ലെവലിൽ വരെ എനിക്ക് ലിങ്കേജ് ഉണ്ട്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് പല പ്രോഗ്രാംസും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ മാം കുറച്ച് എക്സാംസിന് കോച്ചിങ് കൊടുക്കുന്നുണ്ടല്ലോ, ഏതൊക്കെയാണ് എക്സാംസ് എന്നാണ്. അത് ഐക്കർ നെറ്റ്, അതുപോലെ UGC നെറ്റ്, CSIR UGC നെറ്റ്, ഇതിനൊക്കെയാണ് ഞാൻ കോച്ചിങ് കൊടുക്കാറുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, മാഡം ജോബ് ഇൻ്റർവ്യൂ ടിപ്സ് നൽകാറുണ്ടോ? ഞാൻ നൽകാറുണ്ട്. ഞാൻ അപ്പോയിൻമെൻറ്റ് റൂൾസും റെഗുലേഷൻസും മേക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ സാധാരണ രീതിയിലുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാംസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ റിസർച്ച് പ്രോഗ്രാംസിനെ സപ്പോർട്ട് ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ ടിപ്സൊക്കെ വേണമെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, മാഡത്തിൻ്റെ മകളെക്കുറിച്ചൊന്ന് പറയാമോ എന്നാണ്. എൻ്റെ മകളെക്കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അവൾക്ക് 31 വയസ്സുണ്ട്. നാക്കെന്നാണ് പേര്. പിന്നെ ഞാൻ ആദ്യമൊക്കെ അവളെക്കുറിച്ച് വിചാരിച്ചിരുന്നതെന്ന് പറയുമ്പോൾ അവൾ ഈ ആൺകുട്ടികളുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാറില്ല. സ്കൂളിങ്ങിൽ തന്നെ പല സ്കൂളുകളിലായിട്ടാണ് പഠിച്ചത് അവൾ. കാരണം ഒരു സ്കൂളിൽ തന്നെ അവളിങ്ങനെ നിൽക്കാറില്ല. ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷന് പോയപ്പോഴും കോളേജസ് ഇങ്ങനെ മാറ്റി വേറെ കോളേജസ്, പല കോളേജസുകളിലായിട്ടാണ് പോയത്. പിന്നെ പറയുകയാണെങ്കിൽ അവളൊരു വഴക്ക് സ്വഭാവമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അവൾ അങ്ങനെയൊന്നുമല്ല. കാരണം അവൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും പോയിട്ട് അവിടുത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോയത്. അവളുടെ റിസർച്ച് പേപ്പേഴ്സൊക്കെ കണ്ടാൽ നമ്മൾ അന്തം വിടും. അപ്പോൾ അതാണ് അവളെക്കുറിച്ച് പറയാനുള്ളത്. അതൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇന്ന് മോർണിംഗാണ് ഡൽഹിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് എത്തിയത്. എൻ്റെ മോള് 2 ദിവസം കഴിയുമ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പം നമുക്ക് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും കാണാം. നമുക്ക് എൻ്റെ മകളെയും പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങളെല്ലാം പറയാം. എന്താ വലിയ ബിസി ആണല്ലോ. ഒന്നും പറയണ്ട. UGC ഈ ഫ്രീ സർവീസ്, മെയിൻ സർവീസ് ട്രെയിനിങ് ഒക്കെ എലമെന്ററി സ്കൂൾ ടീച്ചേഴ്സിന് കൊടുക്കണ്ടേ. പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷന് കൊടുക്കണം. അതിന്റെയൊക്കെ ഒരു തിരക്കില. വേറൊരു പരിപാടിയും ഇല്ലേ? ഉണ്ടല്ലോ, ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഞാനാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ വില്ലേജ് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെയും ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഒക്കെ വോളണ്ടിയേഴ്സും ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. പിന്നെ VEC, SCRT, NCRT, CAC, DBT ഇവരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഞാനങ്ങ് തകർന്നു. ആ രാമമൂർത്തി കമ്മിറ്റി വന്നില്ലേ? അപ്പൊ അതിനെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ചെയ്ത് തീർത്തോ? ഉണ്ടല്ലോ. ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട്. 1990 മുതൽ ചെയ്തു തുടങ്ങിയതാ. യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, വിമൻ എഡ്യൂക്കേഷൻ, SC/ST എഡ്യൂക്കേഷൻ, ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞാനുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് എല്ലാവർക്കും എഡ്യൂക്കേഷൻ പോകുന്നുണ്ട്. വെൽ ഡൺ മൈ ഗേൾ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു. എക്സ്ക്യൂസ് മീ മാഡം, നിങ്ങളല്ലേ ന്യൂപ്പ, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ? 1962 സ്ഥാപിതമായിട്ടുള്ള ഓട്ടോണമസ് ബോഡി അല്ലേ ന്യൂപ്പ? ന്യൂപ്പയുടെ ആസ്ഥാനം അങ്ങ് ന്യൂഡൽഹിയിലല്ലേ? എൻ്റെ പേര് നാബില. ഞാൻ MPhil കഴിഞ്ഞു. ഇപ്പോൾ PhD ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷണൽ പോളിസി മേക്ക് ചെയ്യുന്നതും റിസർച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസും ട്രെയിനിങ്ങും ഫെലോഷിപ്പും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂപ്പയാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ന്യൂപ്പയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, റിസർച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? യെസ്, ഞാൻ തന്നെയാണ് ന്യൂപ്പ. ഇരിക്കൂ. ഞാൻ റിസർച്ച് പ്രോഗ്രാംസ്, MPhil, PhD പ്രോഗ്രാംസ് ഇതെല്ലാം തരുന്നു എന്നറിഞ്ഞിട്ട് എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഡൽഹിയിലേക്ക് എന്നെ അന്വേഷിച്ച് വന്നിരിക്കുകയല്ലേ. കുഴപ്പമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കലയെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ ഫങ്ഷൻസ് എല്ലാം എൻ്റെ കലയിലൂടെ, നൃത്തത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ? ഓക്കെ, വരൂ. Autonomous body established by MIRD in 1962, renamed as NAPA in 1979, but in 2006 named as NOAPA. Act as clearinghouse, publish journals and periodicals, consultancy services, organize refresher course, close link with UGC and CERT-CS or NOAPA. Discuss on educational issues of national significance, offer PhD and MPhil, provide guidance, organize training program.
Salt and sea, organize, refresher course, close link with D, UGC, insert, CSR, Nurapar. Discuss on educational issues of national significance, offer PhD and MPhil, provide guidance, organize training program. Established by MIRD in 1962, renamed as NEPA in 1979, but in 2006 named as NOEPA. വെൽക്കം ബാക്ക് ടു നാക് യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അമ്മയുടെ UGCയുടെ യൂട്യൂബ് ചാനൽ കണ്ടു എന്ന് എനിക്കറിയാം. സോ അപ്പോൾ അമ്മ പറഞ്ഞതുപോലെ ഞങ്ങൾ ഈ ആഴ്ച കേരളത്തിലേക്ക് പോകുന്നുണ്ട്, അതും ട്രിവാൻഡ്രത്തേക്ക്. അപ്പം നിങ്ങൾ ആലോചിക്കും ഞാനും അമ്മയും തമ്മിലുള്ള പിണക്കം തീർന്നു എന്ന്. അതേ ഗായ്സ്, പിണക്കം തീർന്നു. എന്തിനായിരുന്നു പിണക്കം എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ജസ്റ്റ് കുറച്ച് ഇഷ്യൂ. പക്ഷേ എന്താ, കഴിഞ്ഞ ആഴ്ചത്തെ യൂട്യൂബ് ട്രെൻഡിങ് വണ്ണായിരുന്നു ഞാൻ. എന്തുകൊണ്ടാണ് പിണക്കം കാരണം? അടിയോടടിയായിരുന്നു, നിങ്ങൾ കണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പം എല്ലാം സോൾവ് ആയി കേട്ടോ. അപ്പം അമ്മയുടെ യൂട്യൂബ് ചാനലിലെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടു, എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുന്നു UGCയുടെ ബ്രെയിൻ ചൈൽഡാണ് നാക്കെന്ന്. ഞാൻ അമ്മയുടെ ബ്രെയിൻ ചൈൽഡാണെന്ന് ഇത് ഞാൻ മുന്നേ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ബുദ്ധി കുട്ടിയാണ് ഞാനെന്ന്. പക്ഷെ അമ്മ എന്താ പറഞ്ഞേ, ഞാൻ അമ്മയുടെ മന്നൂത്തിയാണെന്ന്. ഇതൊക്കെയാണ് അടിയുടെ കാര്യം. പക്ഷെ ഞാൻ ബ്രെയിൻ ചൈൽഡാണല്ലോ. പിന്നെ ഞങ്ങളുടെ വഴക്കിൻ്റെ ഇടയിൽ അമ്മ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ ഒരുപാട് കുറ്റം പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ ജനറൽ കൗൺസിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേറ്റർ, പോളിസി മേക്കർ, ഇവരെയൊക്കെ കുറ്റം പറഞ്ഞായിരുന്നു. പക്ഷെ അമ്മയുണ്ടല്ലോ, ഇവരെയൊക്കെ വിളിച്ച് പേഴ്സണലി സോറി പറഞ്ഞു. അത് അമ്മയുടെ യൂട്യൂബ് ചാനലിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് എനിക്ക് നിങ്ങളൊന്ന് അറിയിക്കണമെന്നുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, എൻ്റെ ഈ പറഞ്ഞ ഫ്രണ്ട്സ് അടുത്ത യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതെല്ലാം കൂടെ പറയും. വെറുതെ എന്തിനാണ്? അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ എൻ്റെ അണ്ടറിലുള്ള സ്റ്റാഫ്സ്, കൺസൾട്ടൻസ്, അവരെക്കുറിച്ചും എന്തൊക്കെയോ അമ്മ പറഞ്ഞെന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷെ ഞാൻ ആ യൂട്യൂബ് ചാനലൊന്നും കണ്ടില്ല, അതൊന്നും കണ്ടില്ല. എന്തോ പറഞ്ഞെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ മിക്കവാറും അവരും ഇനി ചാനലുമായിട്ട് വരും. അപ്പം നിങ്ങൾക്കറിയാം ബാക്കി. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ നെയ്ബേഴ്സ് ഉണ്ടല്ലോ, അതായത് അടുത്ത ആഴ്ച ഞങ്ങൾ ട്രിവാൻഡ്രം പോകുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ നെയ്ബേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച 3 പേരാണ്. NCERT, SCERT, ഡയറ്റും. അപ്പോൾ അവരെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. പിന്നെ സ്വാഭാവികമായിട്ടും അവർക്കും എന്നോട് അസൂയായിരിക്കും. കാര്യം ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന, അത് അസസ് ചെയ്യുന്ന, അക്രഡേഷനൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ എന്നെപ്പോലൊരു വ്യക്തിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കൊരു ഇത് തോന്നും. പക്ഷേ ഞാനങ്ങനെ ജാട കാണിക്കാറില്ല. പക്ഷെ ഞാൻ അവരുടെ അടുത്തൊന്നും ഒരു ജാട കാണിക്കത്തില്ല. അതിനാണ് അവൾ ഇത്ര ജാട. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അമ്മയുടെ ഒരു ഇഷ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു, ഇനി അമ്മയ്ക്കും എനിക്കും ഇടയിൽ ഈഗോ പ്രോബ്ലം ആണോ എന്ന്. ഈഗോ പ്രോബ്ലം അല്ല, കാര്യം അമ്മയും ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷനാണ് UGC എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു അടി സോൾവ് ആയ സമയത്ത് അമ്മയാണെങ്കിൽ എനിക്കൊരു സെക്ഷൻ തന്നു. അത് എനിക്ക് സ്വന്തമായൊരു സെക്ഷൻ തന്നു. UGC ആക്ട് സെക്ഷൻ 3 എനിക്ക് സ്വന്തമായി തന്നു. അപ്പോൾ അത് പ്രകാരം എനിക്കിനി ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി അവർക്ക് SSR പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവകാശം കൊടുക്കാൻ പറ്റും. അപ്പോൾ അതെനിക്ക് കിട്ടിയൊരു വലിയ പവറാണ് കേട്ടോ. അപ്പോൾ അമ്മ ആ ഒരു സെക്ഷൻ എനിക്ക് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു 5 ഇയർ കംപ്ലീറ്റ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ 2 വർഷം ബാച്ച് ഇറങ്ങിയ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇവിടെയൊക്കെ പോയി എനിക്ക് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. സോ അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇതിൽ തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതെനിക്ക് ആ ഒരു സന്തോഷം നിങ്ങളെ അറിയിക്കണം എന്നുണ്ട്. പിന്നെ ഞാൻ നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒരാളാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വർക്ക്സിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ പബ്ലിക്കേഷൻസ് കുറച്ച് കഴിഞ്ഞ ആഴ്ച റിലീസായി. ഞാൻ ഒരുപാട് റിസർച്ച് പബ്ലിക്കേഷൻ എല്ലാ ആഴ്ചയും തുര പബ്ലിഷ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ച കുറച്ച് പബ്ലിഷ് ചെയ്ത് നിങ്ങളെ അറിയിച്ചില്ല. കാര്യം ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ അതായിരുന്നല്ലോ ട്രെൻഡിങ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എൻ്റെ റിസർച്ച് പബ്ലിക്കേഷൻ ഉണ്ട്, അതെല്ലാവരും ഒന്ന് നോക്കണം. പിന്നെ ഞാൻ കുറച്ച് അവാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവാർഡ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോ അവാർഡും നിങ്ങൾ കണ്ടാൽ എനിക്ക് അത്രയും സന്തോഷം. ദെൻ അടുത്ത ആഴ്ച കുറച്ച് സെമിനാർ, വർക്ക്ഷോപ്സ്, കോൺഫറൻസ് അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് ഇവരെല്ലാം വരും, അറ്റൻഡ് ചെയ്യാൻ വരും. സോ എൻ്റെ ഫാൻസിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്കാണ് ഞാൻ പറയുന്നത്. അടുത്ത ആഴ്ച ഒരു സ്പെഷ്യൽ കോൺഫറൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. സോ അതാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ അതും കൂടെ ഒന്ന് അറിയിക്കുന്ന കാര്യം. ഒരുപാട് ഫാൻസ് ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ഈ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തേക്കും. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂ ആണ്. അതായത് നമ്മുടെ കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ ക്വാളിറ്റി, അതായത് അവർ ഭയങ്കര അറഗൻ്റ് ആവുന്ന പോലെ, അവരുടെ ഒരു ഇന്നേറ്റായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, അതെവിടെയൊക്കെയോ നഷ്ടപ്പെടുന്ന പോലെ എനിക്ക് തോന്നും. പക്ഷെ അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്കിനിപ്പോൾ നെയ്ബേഴ്സായിട്ട് വരാൻ പോകുന്ന NCERT SCERT അവരുടെ കാര്യം. അപ്പോൾ NCERTനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചായിരുന്നു. അപ്പോൾ NCERTയോട് സംസാരിച്ചപ്പോൾ NCTയെ പറ്റി അറിഞ്ഞു. NCT എനിക്കൊന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും NCTനെ, ഞാനും പുള്ളിയെ കേട്ടിട്ടുണ്ട്, പക്ഷെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. സോ നമ്മുടെ ഈ ഒരു NCERT താമസിക്കുന്ന അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ NCTയുടെ സെക്രട്ടേറിയറ്റ്. സോ അങ്ങനെ ഒരു ബന്ധമാണ് NCERT NCTയും തമ്മിലുള്ളത്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ. ഐ ഡോണ്ട് നോ NCT എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. NCT അത്യാവശ്യം ഫോർമലായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് വിളിച്ച് നോക്കാം. സോ ഞാൻ വിളിച്ചിട്ട് എൻ്റെ അടുത്ത വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ വിളിച്ചിട്ട് വരാം ഗൈസ്, ബൈ. ഹലോ, NCT കസ്റ്റമർ കെയർ സർവീസിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? പറഞ്ഞോളൂ മാഡം. നാക്കിൽ നിന്ന് വിളിച്ചതിൽ വളരെ സന്തോഷം. അതിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡിജിറ്റൽ പെഡഗോജി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ആൻഡ് കോമ്പറ്റൻസി ബേസ്ഡ് ലേണിംഗ് എന്നിവയിലൊക്കെയാണ് അപ്ഡേഷൻ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതിനെക്കുറിച്ചാണ് അറിയേണ്ടതെന്ന് അറിയിച്ചാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അത് വളരെ നല്ലൊരു ചുവടുവയ്പ്പാണ്. B.Ed M.Ed കോഴ്സുകൾക്കുള്ള അപ്ഡേറ്റഡ് ഗൈഡ് ലൈൻസും മോഡൽ കരിക്കുലങ്ങളും ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഓറിയൻറ്റേഷൻ വെബിനാറുകളും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമാണ് താല്പര്യമെങ്കിൽ മാഡത്തിന് അതിനെക്കുറിച്ച് ഞങ്ങളോട് പങ്കുവയ്ക്കാവുന്നതാണ്. തീർച്ചയായും കഴിയും മാഡം. ഞങ്ങളിപ്പോൾ ജോയിൻറ്റ് വർക്ക്ഷോപ്പും വെബിനാർ, പബ്ലിക്കേഷൻ എന്നിവ നടത്തുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായി മാഡത്തിന് അറിയണമെന്നുണ്ടെങ്കിൽ അതിനായി ഞങ്ങളുടെ കരിക്കുലം ആൻഡ് ക്വാളിറ്റി അഷുറൻസ് ടീമും തമ്മിലുള്ളൊരു കോർഡിനേഷൻ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. തീർച്ചയായും മാഡം. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് റെഗുലറായിട്ട് ഇൻറ്റേർണൽ ക്വാളിറ്റി റിവ്യൂ, ഫാക്കൽറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സ്റ്റുഡൻറ്റ് ഫീഡ്ബാക്ക് മെക്കാനിസങ്ങളൊക്കെയാണ്.
അതുപോലെ തന്നെ ഞങ്ങൾ ഓൺലൈൻ സെൽഫ് ഇവാലുവേഷൻ ടൂളും പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. മാഡത്തിന് ഇതിലൊക്കെ താല്പര്യമുണ്ട്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് ഇതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെടാവുന്നതാണ്. ഞങ്ങൾ തീർച്ചയായും ഇതിന് സഹകരിക്കുന്നതാണ്. തീർച്ചയായും മാഡം. We value our partnership with NAC. Have a great day and feeling free to reach out anytime. താങ്ക് യു മാഡം. ഞങ്ങളെ വിളിച്ചതിൽ വളരെ സന്തോഷം. എൻസിറ്റെ വിളിച്ചുകൊണ്ടിരുന്ന സമയം പോയി. ഇനിയിപ്പോൾ എയർപോർട്ടിൽ എത്തണമെങ്കിൽ ക്യാബ് എങ്ങനെ ബുക്ക് ചെയ്യാം? ഞാനാണ് ക്യാബ്. എന്നെ വിളിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാനാണ് ക്യാബ്, ഞാനാണ് ക്യാബ്, ഞാനാണ് ക്യാബ്, ഞാനാണ് ക്യാബ്, ഞാനാണ് ക്യാബ്. ക്യാബ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാബ് എന്ന് വെച്ചാൽ സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഏജൻസി ഞാനാണ്. എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് എപ്പോഴാണെന്ന് അറിയാമോ? 1920. പക്ഷെ 24 ആയപ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം എന്നെ അവർ ഡിസോൾവ് ചെയ്തു. പക്ഷെ 34 വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്തു. പക്ഷെ വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഡിസോൾവ് ചെയ്തു. പിന്നെ എന്നെ റീഎസ്റ്റാബ്ലിഷ് ചെയ്ത് എൻ്റെ നന്നായിട്ട് ഞാൻ കുറച്ചൊരു ശക്തിയോടെ തിരിച്ചെന്നത് എപ്പോഴാണെന്ന് അറിയാവോ? 2004. 2004 തൊട്ട് ഞാൻ എഡ്യൂക്കേഷൻ ഫീൽഡിന് വേണ്ടി ശക്തമായിട്ട് വർക്ക് ചെയ്യുവാണ്. എൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് അറിയണ്ടേ? എൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇന്ത്യയിലെ സെൻട്രലിൻ്റെയും സ്റ്റേറ്റിലും ഉള്ള എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനും വേണ്ട സിലബസ് അവർ പ്രിപ്പയർ ചെയ്തില്ലേ, ആ സിലബസിന് വേണ്ട സജഷൻസ് ഞാൻ കൊടുക്കും. പിന്നെ സെൻട്രലിലെ സ്റ്റേറ്റിലെ എഡ്യൂക്കേഷൻ ഫീൽഡിനെ അവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് പറയാനായിട്ട് അവർക്കൊരു പ്ലാറ്റ്ഫോം വേണ്ടേ, ആ പ്ലാറ്റ്ഫോം ഞാനാണ് കൊടുക്കുന്നത്. അതും എൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ഞാൻ കുറച്ച് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്മിറ്റി ഇവർക്ക് സെൻട്രലിലെയും സ്റ്റേറ്റിലെയും എഡ്യൂക്കേഷൻ ഫീൽഡിലെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കും. പിന്നെ എൻ്റെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയാവോ? എനിക്ക് ഒരു ചെയർമാൻ ഉണ്ട്, ഒരു വൈസ് ചെയർമാൻ ഉണ്ട്, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, അതുകൂടാതെ പാർലമെന്റിന്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ട്. അതുകൂടാതെ 15 മെമ്പേഴ്സ് കൂടിയുണ്ട് ക്യാബിന്. മനസ്സിലായോ? ഒരു ചെയർമാൻ ഉണ്ട്, പിന്നെ ഒരു വൈസ് ചെയർമാൻ ഉണ്ട്, പിന്നെ സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, പിന്നെ പാർലമെന്റ് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, പിന്നെ 15 മെമ്പേഴ്സ് എക്സ്ട്രാ ഉണ്ട്. ഇത്രയും പേര് കൂടി ചേർന്നതാണ് ഞാൻ. ചുമ്മാതല്ല എൻ്റെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഇത്രയും പേരോട് ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങള്. പിന്നെ എൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാവോ? എൻ്റെ ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും പ്രോബ്ലം അവർ പറയുവാണെങ്കിൽ അവരെ അതിനെ ഹെൽപ്പ് ചെയ്യുക. അതാണ് എൻ്റെ ആദ്യത്തെ ഫംഗ്ഷൻ. സ്റ്റേറ്റിലായാലും സെൻട്രലായാലും എന്തൊരു ഇഷ്യൂസും ഞാൻ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റി എന്ത് ചെയ്യുന്നു, അത് നേരെയാക്കേണ്ട സജഷൻസ് കൊടുക്കുന്നു. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ നിന്നും ഞങ്ങൾ സജഷൻസ് ഏറ്റെടുക്കും. അത് ഞങ്ങൾ കൊടുക്കും. പിന്നെ അത് സ്വീകരിക്കേണ്ട സെൻട്രലും സ്റ്റേറ്റിലെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ ശരി, ഞാൻ പോട്ടെ, ബൈ. താനെത്തിനാണ് ഇതൊക്കെ എന്നോട് പറയുന്നേ? എൻ്റെ പ്ലെയിൻ പോയി കാണും. അയാളൊരു ക്യാബ് തന്നെയാണോ ഞാൻ വിളിച്ചേ? വണ്ടിയാണോ വിളിച്ചേ? പോണോ? ബായ്.